കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് കിങ്സും തമ്മിൽ നടന്ന മത്സരത്തിനിടയിൽ വെച്ച് രാഹുൽ കെ പിയുടെ ഇടി കൊണ്ട് ലൂക്ക മജിസിന്റെ താടിയലിന് നല്ല പരിക്കേറ്റിട്ടുണ്ട്. ഏകദേശം 6 അല്ലെങ്കിൽ 8 ആഴ്ച പുള്ളിക്ക് കളിക്കളത്തിന് പുറത്ത് നോക്കേണ്ടി വരും. സർജറിയും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുള്ളിയുടെ സ്ഥിതി ഇത്തിരി വഷളൊക്കെ തന്നെയാണ്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ രാഹുൽ ചെയ്തത് ഭീകരമായിട്ടുള്ള എന്തോ ഒരു കൊലപാതകമാണ് എന്ന തരത്തിലൊക്കെയാണ് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. രാഹുൽ പർപ്പസ്ഫുള്ളി ലൂക്ക മജിസിനെ ഇടിച്ചതാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. രാഹുൽ കൃത്യമായിട്ട് ബോളിനെ തന്നെയാണ് അറ്റംപ്റ്റ് ചെയ്തത്. ബോൾ വിൻ ചെയ്തതും രാഹുൽ തന്നെയാണ്. അപ്പം ചില ആളുകൾ പറയുന്നത് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത പന്ത് രാഹുൽ അറ്റൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ പിന്നെ ലൂക്ക മജിസിനെ അറ്റൻഡ് ചെയ്യാണ്ടല്ലോ, പുള്ളിക്ക് അങ്ങ് മാറി നിന്നാൽ പോരെ, മാറി നിന്നാൽ പോരെ, രാഹുൽ എടുത്തോളൂ എന്ന് വിചാരിക്കുമല്ലോ. അല്ല, രണ്ടാളുകളും പന്തിന് വേണ്ടി പരിശ്രമിച്ചു. രാഹുൽ അതിനകത്ത് വിൻ ചെയ്യുകയും ചെയ്തു. ആക്സിഡന്റലി അദ്ദേഹത്തിന്റെ താടിയലിനെ പരിക്കേൽക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അല്ല രാഹുൽ മനഃപൂർവ്വം ഇടിക്കാനോ പിടിക്കാനോ പോലൊന്നുമല്ല. രാഹുൽ ബോൾ വിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഇത് വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആണെന്നാണ് മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ ആയിട്ടുള്ള അരിന്ദം ഭട്ടാചാര്യ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭട്ടാചാര്യയെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗ് പ്രേമികൾക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്ന ഗോൾ കീപ്പർ തന്നെയാണ് അരിന്ദം ഭട്ടാചാര്യ. സ്വന്തം പോക്കറ്റിലെ ചെലവെടുത്ത് സ്പെയിനിൽ പോയി പരിശീലനം നടത്തി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി വളരെ മാരക പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ ഫുട്ബോളിലെ എണ്ണം പറഞ്ഞ ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അരിന്ദം ഭട്ടാചാര്യ. ഗുർപ്രീത് സിംഗ് സന്ധുവിന്റെ സമകാലീനായതുകൊണ്ട് മാത്രം അണ്ടർ റേറ്റഡ് ആയിപ്പോയ ഒരു ഗോൾ കീപ്പർ എന്ന് കൂടി അരിന്ദത്തിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇതേസമയം രാഹുൽ ചെയ്തത് വലിയ തെറ്റാണ്. രാഹുൽ റെഡ് കാർഡ് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും പോഷിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജംഷഡ്പൂരിന്റെ പഴയ പീറ്റർ ഹട്ട്ലി എണ്ണം വന്നിട്ടുണ്ട്. ഈ പീറ്റർ അണ്ണനെ പണ്ടേ രാഹുലിനെ കാണുമ്പോൾ നല്ല ചൊറിച്ചിലുള്ളതാണ്. രാഹുലിനെ കാണുമ്പോൾ നല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ താരങ്ങളോടും പീറ്റർ അണ്ണന് വല്ലാത്ത ഒരു ചൊറിച്ചിലാണ് എന്ന് നമുക്കറിയാം. അഡ്രിയാൻ ലൂണയ്ക്കെതിരെയൊക്കെ വെറുതെ ഒരു കാര്യമില്ലാതെ അണ്ണൻ ഷോ ഇറക്കുന്ന കാഴ്ച നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ പോട്ടെ, രാഹുൽ ചെയ്തത് വലിയ മോശം പ്രവൃത്തിയാണ്, മാതൃകാപരമായ ശിക്ഷ അർഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പീറ്റർ അണ്ണൻ പറയുന്നത്. പക്ഷേ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആളുകൾ വരുന്നുണ്ട്. രാഹുൽ ബോളിനെയാണ് അറ്റൻഡ് ചെയ്തത്. ബോൾ വിൻ ചെയ്തത് രാഹുലാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ കരച്ചിലിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ ബോൾ അറ്റൻഡ് ചെയ്യാതിരുന്നെങ്കിൽ ലൂക്കയായിട്ടുള്ള കൂട്ടിയിടി ഒഴിവായനെ എന്ന് ന്യായീകരിക്കുന്ന ആളുകൾക്ക് ലൂക്കയ്ക്ക് അങ്ങ് അറ്റൻഡ് ചെയ്യാതെ പോയിക്കൂടെ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാനില്ല. എനിവേ, ഞാൻ രാഹുലിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ഹേറ്റ് രാഹുൽ കെ പിക്ക് കിട്ടുന്നുണ്ട്. ഇത്രേ ഉള്ളൂ.